പത്തനംതിട്ടയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. കോന്നി കലഞ്ഞൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. 3 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുമുണ്ട്. കാറിലുണ്ടായിരുന്ന ബാക്ക് സീറ്റിൽ ഇരുന്ന 2 പേരെയാണ് നമ്മൾ ആംബുലൻസിൽ കയറ്റി വിട്ടത്. അപ്പോൾ അവർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിവരം അനുസരിച്ച് അവർ വൃത്തായെന്നാണ് പറഞ്ഞേക്കുന്നത്. ലോറിയിൽ നിന്നുള്ള 2 പേര് വണ്ടി നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് നാളെ ഇറങ്ങി വന്ന് ഹോസ്പിറ്റലിൽ പോയെന്ന് പോലീസുകാർ പറഞ്ഞിരുന്നു. EMS ഹോസ്പിറ്റലിൽ വിളിച്ച് അപ്പോൾ അവർ 2 പേരെ ഉള്ളെന്ന് കൺഫേം ചെയ്തു. ലോറിയിൽ 2 പേരെ ഉള്ളു, മൊത്തത്തിൽ 6 പേര്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, എപ്പോഴായിരുന്നു ഈ അപകടം? ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ അപകടമാണ് സംഭവിച്ചതെന്നാണ്. വിവരങ്ങൾ എന്താണ്? ഇന്ന് പുലർച്ചെ 4:30-ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത സ്ഥിരം അപകട മേഖലയാണ്. അതിൽ ഈ കലഞ്ഞൂർ മുതലുള്ള പ്രദേശമാണ് അങ്ങോട്ട് സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു ഭാഗമായിട്ടുള്ളത്. അവിടെയാണ് ഈ തരത്തിലൊരു വലിയ അപകടം ഉണ്ടായത്. തമിഴ്നാട് സ്വദേശികളായ 2 പേരാണ് മരിച്ചത്. സുന്ദർരാജ്, മകൾ ജനനി എന്നിവരാണ് മരിച്ചത്. ഇവർ തമിഴ്നാട്ടിൽ നിന്നും ആലുവയിലേക്ക് പോവുകയായിരുന്നു. ഈ ജനനിയുടെ ഭർത്താവ് പ്രണവിന്റെ വീട് ആലുവയിലാണ്. അവിടേക്ക് പോവുകയായിരുന്നു. ശിവകാശി സ്വദേശികളാണ്. തമിഴ്നാട്ടിലേക്ക് കച്ചിയുമായി പോയ ലോറിയുമായിട്ട് വാഹനം കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ലോറി നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് മറിഞ്ഞ നിലയ്ക്കാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചു എന്ന നിലയ്ക്കാണ് നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച മാത്രമേ എന്താണ് ഈ അപകട കാരണമെന്ന നിലയ്ക്ക് മനസ്സിലാകൂ എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. എന്തായാലും അപകടത്തിൽ 2 മരണം സംഭവിച്ചു. കാറിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ പരിക്ക് ഒരൽപ്പം ഗുരുതരമാണ്. ഈ പരിക്കേറ്റവരെ പത്തനാപുരത്തെ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചെങ്കിലും അവിടെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയ്ക്കാണ് ഉള്ളത്. വാഹനം ഈ അപകടമുണ്ടായ ശേഷം ഈ ലോറി നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത തോട്ടിലേക്ക് മറിയുകയും ചെയ്തു. കച്ചിയുമായി തമിഴ്നാട്ടിലേക്ക് പോയ ലോറിയാണ്. പുലർച്ചെ 4:30-ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും എത്തി ആണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവരെ ആശുപത്രിയിലേക്ക് സുന്ദർരാജ്, അതുപോലെ സുന്ദർരാജിന്റെ മകൾ ജനനി എന്നിവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവരുടെ മരണം സംഭവിച്ചു. ജനനിയുടെ ഭർത്താവ് പ്രണവ് ആലുവയിലാണ് വീട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇവർ തമിഴ്നാട്ടിൽ നിന്നും പോവുകയായിരുന്നു. സഹോദരനും ഉൾപ്പെടെ ഈ കാറിലുണ്ടായിരുന്നു. അങ്ങനെ 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രണവിന്റെ പരിക്ക് ഗുരുതരമല്ല. സഹോദരന്റെ പരിക്ക് ഒരൽപ്പം ഗുരുതരമാണ്. ലോറിയിലുണ്ടായിരുന്ന ആളുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും സ്ഥിരം ഇത്തരത്തിൽ അപകടം നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ കലഞ്ഞൂർ മുതൽ അങ്ങോട്ടേക്കുള്ള പ്രദേശം. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലായിരിക്കാം ഈ വാഹനം എത്തിയത് എന്നും പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പറയുന്നുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റ 2 പേരെ കൂടി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ആലുവയിലേക്ക് പോയ കാറും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കച്ചിയുമായി പോയ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഗൗതം. ശരി, ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്.